തൃശൂരിൽ ഇനി പൂരാവേശത്തിന്റെ മണിക്കൂറുകൾ. കണിമംഗലം ശാസ്താവിന്റെ പൂരം അല്പസമയത്തിനകം വടക്കംനാഥ ക്ഷേത്രത്തിലെത്തും. പിന്നാലെ മറ്റ് ഘടകപൂരങ്ങളും എത്തുന്നതോടുകൂടി നഗരപൂരാവേശത്തിൽ ആറാടും. തിരുവമ്പാടിയിൽ മഠത്തിൽ വരവിന് രാവിലെ 10:30 തുടക്കമാകും. പൂരങ്ങളുമായി സൂരജ് സജിയും എസ് ശ്യാംകുമാറും ചേരുന്നുണ്ട്. ആരും സൂരജിലേക്കാണ് പോകുന്നത്. സൂരജ് ഇപ്പോഴുള്ളത് വടക്കംനാഥ ക്ഷേത്ര പരിസരത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 6:34 ആയിട്ടുണ്ട്. പൂരാവേശത്തിലേക്ക് തൃശൂർ നഗരം അമർന്നു എന്ന് തന്നെ കരുതാമല്ലേ? തീർച്ചയായും പ്രവിത, എന്തായാലും ഒരു വലിയ പൂരത്തിന്റെ ആവേശത്തിൽ തന്നെയാണ് തൃശ്ശൂർ ഉള്ളത്. വലിയ ആവേശം, കൂടുതൽ ആളുകൾ എല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക്, അത് പുലർച്ചെ തുടങ്ങി തന്നെ ആളുകൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വളരെയധികം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കണിമംഗലം ശാസ്താവ് ആദ്യം ഈ വടക്കുംനാഥനിലേക്ക് എത്തും. ഈ ശരിക്ക് പൂരം വിളിച്ചുണർത്തുന്നത് കണിമംഗലം ശാസ്താവാണ് എന്നുള്ളതാണ് പറയുന്നത്. വെയിലേൽക്കാതെ കണിമംഗലം ശാസ്താവ് രാവിലെ ഈ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എത്തണം എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുലർച്ചെ പുറപ്പെടുന്ന ഈ ചെറുപൂരങ്ങളിൽ പ്രധാനിയാണ് ഈ കണിമംഗലം ശാസ്താവ്. രാവിലെ തന്നെ, അതായത് 4 മണിക്ക് തന്നെ പുറപ്പെടും. അതിനുശേഷം 7:30 ഇവിടെ വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലെത്തും. അങ്ങനെ പൂരം വിളിച്ചുണർത്തുന്നത് ഈ കണിമംഗലം ശാസ്താവാണ്. അതിനുശേഷം ഓരോ ഘടകക്ഷേത്രങ്ങളിൽ നിന്നുള്ള പൂരങ്ങൾ വരും. ചെമ്പൂക്കാവ്, പനമുക്കുംപിള്ള, അതുപോലെ തന്നെ കാരമുക്ക്, ലാലൂർ, അങ്ങനെ തുടങ്ങി ഓരോ ചെറുപൂരങ്ങൾ, അതായത് 11 മണിയോടുകൂടി നെയ്തലക്കാവ് കൂടി എത്തുന്നതോടെ എല്ലാ ഘടകക്ഷേത്രങ്ങളിൽ നിന്നുമുള്ള ചെറുപൂരങ്ങൾ എത്തി ചെറിയ മേളത്തോടുകൂടി അവർ മടങ്ങുന്ന ഒരു സാഹചര്യമായിരിക്കും. പിന്നീട് ബ്രഹ്മസ്വം മഠത്തിലടക്കം ഈ കോലം വച്ച് വിശ്രമിക്കും. അതിനുശേഷം രാത്രി മാത്രമാണ് ചെറുപൂരങ്ങൾക്ക് പിന്നീട് വീണ്ടും പൂരമുള്ളൂ. പക്ഷേ തിരുവമ്പാടി ആകട്ടെ, പാറമേക്കാവ് ആവട്ടെ, ഇരു ദേവസ്വങ്ങളെയും സംബന്ധിച്ച് അവരുടെ എഴുന്നള്ളിപ്പുകൾ തുടങ്ങുക രാവിലെ 7 മണിക്കാണ്. തിരുവമ്പാടിയുടെ പുറപ്പാട്, മഠത്തിലേക്ക് തിരുവമ്പാടിയുടെ സംഘം പുറപ്പെടുന്നത് രാവിലെ 7 മണിയോടുകൂടി പുറപ്പെടും. അതിനുശേഷം 11:30 ഈ പ്രശസ്തമായിട്ടുള്ള മഠത്തിൽ വരവ് ആരംഭിക്കുക. ഇത്തവണ ഈ പറയുകയാണെങ്കിൽ ഈ മഠത്തിൽ വരവിനെല്ലാം തന്നെ വലിയ ആൾക്കൂട്ടം പോലീസും അതുപോലെ തന്നെ സംഘാടകരും എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം മുൻവർഷത്തേക്കാൾ വലിയൊരു തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഠത്തിൽ വരവ് തുടങ്ങി തന്നെയുള്ള എല്ലാ ചടങ്ങുകൾക്കും ഈ വലിയ സുരക്ഷയും മറ്റ് സന്നാഹങ്ങളും എല്ലാമാണ് ഒരുക്കിയിട്ടുള്ളത്. പാറമേക്കാവ് ഭഗവതിയെ സംബന്ധിച്ച് 12 കാലോടുകൂടിയാണ് ഈ പാറമേക്കാവ് ഭഗവതിയുടെ പുറപ്പാട്. അതിനുശേഷം ഇലഞ്ഞിമേളം ആരംഭിക്കുന്നത് 2 മണിയോടുകൂടിയായിരിക്കും ഇലഞ്ഞിത്തറ മേളം ആരംഭിക്കുക. ഇലഞ്ഞിത്തറ മേളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇക്കൊല്ലം ഇലഞ്ഞിയെല്ലാം പൂത്തു നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പൂരം കെങ്കേമമാകും എന്നൊരു വിശ്വാസമാണുള്ളത്. അങ്ങനെ പൂത്തു നിൽക്കുന്ന ഇലഞ്ഞിക്ക് കീഴിൽ ഇലഞ്ഞിത്തറ മേളം നടക്കും. 2 മണിയോടുകൂടി നടക്കും. അതിനുശേഷം ശ്രീമൂലസ്ഥാനത്ത് മേളമുണ്ട്. അതിനുശേഷമായിരിക്കും ഈ കുട്ടിയെഴുന്നള്ളിപ്പും അതുപോലെ തന്നെ തെക്കോട്ടിറക്കവും ഈ കുടമാറ്റവും എല്ലാം നടക്കുക. 5 മണിയോടുകൂടി കുടമാറ്റം നടക്കും. എന്തായാലും ഇത്തവണയും സസ്പെൻസുകൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇരു ദേവസ്വങ്ങളും അറിയിക്കുന്നത്. പ്രത്യേകിച്ച് ഇതൊരു പൂരം തുടങ്ങി അടുത്ത പൂരം വരെയുള്ള തയ്യാറെടുപ്പുകളാണ്. പ്രത്യേകിച്ച് ഒരു കലണ്ടർ പോലെ തയ്യാറാക്കി വെച്ച് ഉള്ള പ്രവർത്തനങ്ങളാണ്. ഈ ഒരു പൂരക്കാലം മുഴുവൻ, അതായത് ഒരു പൂരം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പൂരം വരെ ഒരു കാത്തിരിപ്പാണ്. അതിനുവേണ്ട തയ്യാറെടുപ്പുകളാണ്. അങ്ങനെ അണിയറയിൽ കുറെ മാസങ്ങളെടുത്ത് തയ്യാറാക്കിയ കുടകളുണ്ട്, ചമയങ്ങളുണ്ട്. അങ്ങനെ എല്ലാ സസ്പെൻസുകൾക്കും ഒരു വിരാമമിടുന്ന സമയമായിരിക്കും ഇത്. പ്രത്യേകിച്ച് ഈ രാമച്ചം കൊണ്ടുണ്ടാക്കിയ കുടയുണ്ട്. അങ്ങനെ പല പല സസ്പെൻസുകളുണ്ട്. എന്നാൽ പോലും പൂർണ്ണമായ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. തിരുവമ്പാടിയൊക്കെ കഴിഞ്ഞ തവണ മെസ്സിയുടേതടക്കമുള്ള കുടകൾ ഇറക്കി ഞെട്ടിച്ചതാണ്. അങ്ങനെ ഇത്തവണയും സസ്പെൻസുകൾ ഏറെ ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. സാമ്പിൾ വെടിക്കെട്ടിൽ പോലും ആ സസ്പെൻസ് പ്രകടമായിരുന്നു. സാധാരണ ആനപ്പുറത്താണ് കുടമാറ്റമെങ്കിൽ മാനത്ത് കുടമാറ്റം നടത്തും എന്നുള്ളതായിരുന്നു ഈ സാമ്പിൾ വെടിക്കെട്ടിന് മുമ്പ് ദേവസ്വങ്ങൾ വ്യക്തമാക്കിയത്. അപ്രകാരം തന്നെ ഈ സാമ്പിൾ വെടിക്കെട്ടിൽ നമ്മൾ കണ്ടു. പാറമേക്കാവ് ആദ്യം മാനത്ത് കുടവിരിക്കുന്നു, തൊട്ടു പിന്നാലെ തിരുവമ്പാടി മാനത്ത് കുടവിരിക്കുന്നു. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ മാനത്തൊരു കുടമാറ്റം ഈ സാമ്പിൾ വെടിക്കെട്ടിന്റെ ഭാഗമായി പോലും സംഘടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈ പൂരത്തിനും ഏറെ സസ്പെൻസുകളുണ്ട്. ആ സസ്പെൻസുകളെല്ലാം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 7:30 കണിമംഗലം ശാസ്താവ് വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തി പൂരത്തെ വിളിച്ചുണർത്തും. പ്രവിത. ശരി സൂരജ്, തുടരുക. ഇനി ശ്യാംകുമാറിലേക്ക് പോവുകയാണ്. ശ്യാം, ഈ പൂരത്തോടനുബന്ധിച്ച് പൂരം അടുക്കുന്ന നാളുകളിൽ ക്ഷേത്രം ഭാരവാഹികൾക്കും ഒപ്പം പൂരപ്രേമികൾക്കുമൊക്കെ ഏറെ ആശങ്കയാകുന്നത് പലപ്പോഴും ഈ ഗജവീരന്മാരെ ചൊല്ലിയുള്ള തർക്കമാണ്. ഈ ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടി ഇത്തവണ ഉണ്ടാകുന്നുണ്ട്. RRT സംഘങ്ങൾ കഴിഞ്ഞ തവണത്തേക്കാളൊക്കെ കൂടുതൽ RRT സംഘം ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് ചൂട് കൂടുന്ന സാഹചര്യമാണ്. ആനകളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. എന്താണ് അവിടുത്തെ നിലവിലെ സാഹചര്യം? പ്രത്യേകിച്ച് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ക്രമീകരണങ്ങൾ?
പ്രവിധ, അങ്ങനെയുള്ള ആശങ്കകൾക്കൊക്കെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അവസാനം കുറിച്ചിരിക്കുന്നു. ഇന്ന് ഒരു ചൂടേ ഉള്ളൂ, അത് പൂരച്ചൂടാണ്. ആ ചൂടിൽ അലിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു തൃശ്ശൂർ നഗരമാകെ. കാരണം ഇവിടേക്ക് എത്തുന്നതെല്ലാം തൃശ്ശൂർക്കാർ മാത്രമല്ല. കടകപൂരങ്ങളുടെ തുടക്കത്തിൽ ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ് തുടങ്ങിയപ്പോൾ തന്നെ അതിനോടൊപ്പം ചേർന്ന് വലുതായി വരുന്ന ഒരു പൂരമാണ് നമുക്ക് കാണുന്നത്. പല പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങനെ എത്തി പൂരം ഇങ്ങനെ വലുതായി, കടകപൂരത്തിന്റെ എഴുന്നള്ളിപ്പ്, ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ് ഇങ്ങനെ വലുതായി 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 വരുന്ന ഒരു കാഴ്ച നമ്മുടെ കൺമുന്നിൽ കാണുകയാണ്. അതാണ് ആ പൂരച്ചൂട്. അല്ലാതെ മറ്റൊരു തരത്തിലുള്ള ഒരു ആശങ്കകൾക്കും അടിസ്ഥാനമില്ലാത്ത രീതിയിൽ തന്നെ പൂരം അതിന്റെ ആഘോഷ തിമിർപ്പിലേക്ക് മാറുകയാണ്. ഓരോ നിമിഷം കഴിയുന്തോറും വളരുന്ന പൂരം, അങ്ങനെ ഒരു പൂരമാണ് നമുക്ക് മുന്നിൽ കാണുന്നത്. ആദ്യം ഈ ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ് തന്നെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ആ കാഴ്ച തന്നെ എത്ര ഗംഭീരമാണ് എന്നുള്ളതാണ്. ആ ഒരു രീതിയിൽ തന്നെയാണ് പൂരം മുന്നോട്ട് പോകുന്നത്. ഇനി 3 കിലോമീറ്റർ ആണുള്ളത്, പക്ഷേ അതിനെടുക്കുന്നത് 1 മണിക്കൂറാണ്. ശാസ്താവ് എഴുന്നള്ളിപ്പിന്റെ സമയത്ത് ഒരാനപ്പുറത്ത് എഴുന്നള്ളിയെങ്കിൽ ഇപ്പോൾ 5 ആനകളുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് എഴുന്നള്ളുന്നത്. അത് തിരുവമ്പാടിയിലേക്ക് എത്തുമ്പോൾ 9 ആനകളായി മാറും. അങ്ങനെ പൂരം വളർന്ന് ആദ്യ കടകപൂരം ശാസ്താവ് തിരുവമ്പാടിയുടെ മണ്ണിലേക്ക് എത്തും. പിന്നീട് ചെറുപൂരങ്ങളുടെ, കടകപൂരങ്ങളുടെ മറ്റു വരവുണ്ടാകും. അങ്ങനെ പൂരത്തിന്റെ ഓരോ മേഖലയും ആസ്വദിച്ച് അതിനൊപ്പം അലിഞ്ഞു ചേർന്ന് വരുന്ന ഒരു വലിയ കാലത്ത് പൂര ദിവസമാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ വാദ്യമേളങ്ങളുടെ അകമ്പടിയിലൊക്കെ ആഘോഷിച്ച് മതിമറന്ന് നടക്കുന്ന ആളുകൾ അങ്ങനെ പൂരത്തിൽ അലിഞ്ഞാണ് ഈ പൂരങ്ങളുടെ ആദ്യ കടകപൂരം തന്നെ ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ് നടക്കുന്നത്. രാവിലെ തകിൽവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടി പുറപ്പെട്ടത് പിന്നീട് മേളങ്ങളുടെ, ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടുകൂടി ഇപ്പോൾ പുറപ്പെടുകയാണ്. ഇപ്പോൾ തന്നെ ഈ പൂരം കടന്നു പോകുന്ന ഈ പ്രദേശത്ത്, ഈ റോഡിലൂടെ ഉൾപ്പെടെ ആളുകൾ ഇങ്ങനെ ഒഴുകി വരുന്ന കാഴ്ച, അത് പല പ്രദേശങ്ങളിൽ നിന്നെത്തി ഈ പൂരത്തിനൊപ്പം ചേരുന്ന കാഴ്ച വലിയ സന്തോഷം നൽകുന്ന, അല്ലെങ്കിൽ വലിയ ആവേശം നൽകുന്ന കാഴ്ചയാണ്. വരുന്നവരെല്ലാം പൂരത്തിന്റെ ഭാഗമാകുന്നു, പൂരത്തിൽ അലിഞ്ഞു ചേരുന്നു. അങ്ങനെ ഈ കടകപൂരം ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അല്പസമയം എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ എടുക്കും 3 കിലോമീറ്റർ ദൂരത്തിലേക്ക് പോകാൻ. ഈ ദൃശ്യങ്ങൾ തന്നെ കാണുക. പൂരത്തിന്റെ എഴുന്നള്ളിപ്പ് പുറകെ വരുമ്പോൾ മുന്നിൽ പോകുന്ന പുരുഷാരമാണ് ഈ കാണുന്നത്. ഇതെല്ലാം പല സമയങ്ങളിൽ ഇവിടെ എത്തി പൂരത്തിന്റെ ഭാഗമായ ആളുകളാണ്. അവരൊക്കെ ആഘോഷിച്ചു പോകുന്നത് ഈ പൂരത്തിന്റെ ഭാഗമായി, പൂരത്തിനോടൊപ്പം ചേർന്ന് പോകുന്ന ഒരു കാഴ്ചയാണ്. അതിനിടയിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ട് എന്ന് പോലും തോന്നുന്നില്ല. ഏതായാലും പൂരത്തിന്റെ ഏറ്റവും വലിയ പ്രഭയോടുകൂടി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ആ എഴുന്നള്ളിപ്പിനൊപ്പം 5 ഗജവീരന്മാർ തിടമ്പേറിയ ശാസ്താവിനൊപ്പം വരുന്നു. അത് തിരുവമ്പാടിയുടെ മണ്ണിലേക്ക് എത്തുമ്പോൾ 9 മാറും. അതിനപ്പുറം വലിയ ഒരു പൂരാവേശത്തോടൊപ്പം അലിഞ്ഞു ചേർന്നുകൊണ്ട് ഈ നാട് മുഴുവൻ, പൂരപ്രേമികൾ മുഴുവൻ ഒഴുകി എത്തുകയാണ്. അങ്ങനെ തിരുവമ്പാടിയിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ഈ പോകുന്ന ജനക്കൂട്ടം അതിന്റെ ഇരട്ടിയോളമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അത്ര ആവേശത്തോടുകൂടി പുലർച്ചെ 4 മണി മുതൽ എത്തുന്ന ആളുകളാണ് ഈ പൂരത്തോട് ഒപ്പമുള്ളത്. ആ പൂരമാണ്, മനുഷ്യപൂരമാണ് വലുതായി വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ മനുഷ്യപൂരം കൂടിയാണ് തിരുവമ്പാടിയിലേക്ക് എത്തിച്ചേരുക. ഏതായാലും അല്പസമയത്തിനകം വെയിൽ അതിന്റെ ഒരു കാഠിന്യമൊക്കെ കാട്ടി തുടങ്ങുന്ന മുമ്പ് തന്നെ ആദ്യ പൂരം തിരുവമ്പാടിയുടെ മണ്ണിലേക്ക് എത്തിച്ചേരുമെന്നുള്ള കാര്യം ആണ് ഈ ചടങ്ങുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഇങ്ങനെ ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ് ആദ്യം അവിടെ തിരുവമ്പാടിയിലേക്ക് എത്തിയതിനു ശേഷമായിരിക്കും. ശരി ശ്യാം, എന്തായാലും ശ്യാം വലിയ ആവേശത്തിലാണെന്ന് ശ്യാമിന്റെ റിപ്പോർട്ടിങ്ങിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ ചോദിച്ചത് ആനകളെ കുറിച്ചാണെങ്കിലും ശ്യാം പറയുന്നത് അതിനൊന്നും യാതൊരു പ്രസക്തിയും ഇല്ല. ആനകൾ ഒക്കെ നിരന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ മനുഷ്യർ എത്തുമ്പോൾ ആ പൂരം അങ്ങനെ വലുതായി വരും എന്നുള്ളതാണ് ശ്യാംകുമാർ റിപ്പോർട്ട് ചെയ്തത്.